ഹലോ ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മൾ ഭീമാപള്ളിക്ക് പോകാൻ കേട്ടോ, തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നമ്മൾക്കൊരു 10 മണിക്കാണ് ട്രെയിൻ വരാൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നു, ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടാ. അങ്ങനെ പോകുന്ന കാരണം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വന്നതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 1.5 മണിക്കൂർ ലൈറ്റായിട്ടാണ് ട്രെയിൻ വരുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം 1 മണിക്കൂറിന് 30 രൂപ എന്ന ലെവലിൽ അവിടെ AC റൂം ഉണ്ട് കേട്ടോ, നമുക്ക് വെയിറ്റിംഗ് ഏരിയ. അവിടേക്ക് പോകാൻ തന്നെ കാരണം ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല, 3-4% ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ യാത്രയിൽ ഇനി തീരെ ചാർജ് ഇല്ലാണ്ടാവും ഇടങ്ങാറില്ല. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ഓരോ സീറ്റിൽ ചാർജറും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ ആരും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. നമുക്ക് ആ 1 മണിക്കൂർ കൊണ്ട് ചാർജൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ മെയിനായിട്ട് ബാത്റൂം യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ട്രെയിനെത്തി. ട്രെയിനിൽ കയറുമ്പോഴേക്കും ഉണ്ണി കുറച്ചിങ്ങനെ ഉഷാറായിട്ട്, പിന്നെ അവൻ അങ്ങനെ ഉറങ്ങിയിട്ടാ. അവന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടാ. യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവിടെ എത്തിയപ്പോൾ നോക്കി നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഭീമാപള്ളിക്കലേക്ക് നമുക്ക് അവിടുന്ന് എന്താ പറയുക, ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. എല്ലാവരും മഴ പെയ്ത കാരണം ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു ഓട്ടോ സെറ്റാക്കാൻ വേണ്ടി പോയി, ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പിന്നെ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല, കാരണം മഴ ആയ കാരണം നമുക്ക് ലഗേജൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോ വന്നപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പള്ളിയിലേക്ക് നേരെ പോയി. പലരും പല റേറ്റായിട്ടാണ് പറയുന്നത്. ചിലർ 250 പറയും, ചിലർ 150 പറയും. ശരിക്കും 150 രൂപയുടെ ഓട്ടോ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 200 മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കയറ്റിയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു റോഡ് പണി കാരണം 40 രൂപ കൂടുതൽ അങ്ങോട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ഭീമാപള്ളിയിലെത്തി. ഭീമാപള്ളിയിൽ പോയിട്ട് നല്ല കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ, സിയാർത്ത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ചെയ്യാലും അവരൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ട് പിന്നെ ഞാനും ഷൗൽക്കയും കൂടെ നേരെ അവിടെ എന്തെങ്കിലും കഴിക്കാനുള്ളതൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഇങ്ങനെ വീഡിയോസ് എടുത്ത് അവിടെയൊക്കെ കുറേ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഭീമാപള്ളിക്ക് പോകുന്നത്. ഞാനും മക്കളൊക്കെ ആദ്യമായിട്ടാണ്. ഉമ്മ അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്, ഷാവുൽക്കയും വന്നിട്ടുണ്ട്. ഞാനും കുട്ടികളും ആദ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഇവിടെ വരാൻ മെയിൻ കാരണം ഇവിടെ എന്തോ മരുന്ന് കിണർ എന്ന് പറഞ്ഞിട്ടൊരു കിണറുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കുളിപ്പിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയണേ കേൾക്കാം. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കുട്ടികൾക്ക് വാശിയുണ്ടെങ്കിൽ നല്ലതാണ്. പലർക്കും പല വിശ്വാസങ്ങളല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വന്നതല്ലേ വെച്ചിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്കിങ്ങനെ കുറച്ച് നേരമായിട്ടേ വരുന്നത് തുറന്നു തരുള്ളൂ. പിന്നെ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഷട്ടർ പോലെ ഇങ്ങനെ അതുകൊണ്ട് ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മളവിടെ ഖുർആനൊക്കെ ഓതിയിട്ട് അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഷോൾക്ക് ഇവരവിടെ നിർത്തിയിട്ട് ഞാനും കുട്ടി ഷോൾക്കയും കൂടെ ചായ കുടിക്കാൻ നോക്കിയിട്ട്. പക്ഷെ ഫുഡൊന്നും എനിക്ക് എന്തുകൊണ്ട് ടേസ്റ്റായിട്ട് തോന്നില്ല. ചായ ആണെങ്കിലും ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ മേടിച്ചിട്ട് ഇത് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു പള്ളിയുടെ ഉള്ളിൽ. നമ്മൾ അന്ന് തന്നെ പോകുന്ന കാരണം പിന്നെ വേറെ റൂമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇങ്ങനെ ഷീറ്റൊക്കെ കുറേ യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളവിടെ ഇത് നമ്മുടെ പ്രാവുണ്ടല്ലോ, പ്രാവിന് ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇതായിട്ട് നല്ല രസമായിട്ട് അങ്ങനെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പ്രാവ് പോണേ കാണാൻ. ഇതിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് ഗോതമ്പ് അരി അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് തന്നെ തരും, നമുക്ക് പൈസ കൊടുത്താൽ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇവർ വന്നത് ഇങ്ങനെ കഴിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ഇതിൽ കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഒരു ആദ്യത്തെ ചാനലുണ്ടായിരുന്നു തെൻഹാസർ, അതിൽ കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ചാനൽ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ചാനലാണ് തൻഹ വാവ ക്ലിക്ക്. അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, മരുന്ന് കിണറിൻ്റെ അവിടേക്ക് പോയി. ഇതാണ് കിണർ, ഇത് 2 പാർട്ടാക്കിയിട്ടാട്ടാ. ഈ ഭാഗം നമുക്ക് കോര, അപ്പുറത്തെ ഭാഗം ആണുങ്ങൾക്കും കോര കേട്ടോ. അങ്ങനെ ഞാൻ തനൂനെയും വാവനെയും അമ്പുച്ചൂനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കാൻ നിന്നു. ആദ്യം വാവ കുളിച്ച് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാരണം പലരും അങ്ങനെ അവിടെ നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ അത് ചെയ്തിട്ടേ ആകെ ഒരു പൊട്ടി പോലെ ഉണ്ടായിരുന്നു. പകുതി വെള്ളം അതിൽ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഇവിടെ ഒന്നും നമുക്ക് ഡ്രസ്സ് വെക്കാൻ പറ്റില്ല. നല്ലതിനൊപ്പം വേറെ സംഭവം അവിടെ നടക്കുന്നു, നല്ല കളവും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അവിടെ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ.
അങ്ങനെ തമിഴന്മാരായിട്ടും അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ അവർ നമ്മളല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ വാവനെ കുളിപ്പിച്ച് കൊടുക്കുമ്പോൾ തനുമോൾ അടുത്ത് നിർത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഓരോന്നും ഇവളെ മാറ്റുന്ന ഡ്രസ്സുകളൊക്കെ അവളങ്ങനെ പിടിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഷാവൾക്ക് തൊട്ടപ്പുറത്ത് പുറത്തുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് അലോടല്ല, നമ്മൾക്ക് കയറാൻ പറ്റില്ല. കാരണം അവിടെ പെണ്ണുങ്ങൾ കുളിക്കുന്നതും എല്ലാവരും ഇല്ല. അപ്പോൾ അവിടെ ആണുങ്ങൾക്ക് വരാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് അവർക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഇവരതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ വാവനെ നിർത്തിയിട്ട് തനുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ തനുവിന് നല്ല തണുവുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ, അതിനിടയ്ക്ക് മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവൾക്ക് അറിയില്ലല്ലോ, അപ്പം എന്നോട് ചോദിക്കുന്നത് എന്തിനാ 3 കിണറിൽ നിന്നും കോരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ പറഞ്ഞു കൊടുത്ത്. അമ്പച്ചുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുളിക്കുമ്പോൾ, ഭയങ്കര ചാടി കളിക്കായിരുന്നു. അവനൊക്കെ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കുളിക്കുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് 3 മക്കളെ കുളിപ്പിക്കുന്ന കാര്യം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഒരാളെ കഴിഞ്ഞാൽ ഒരാളെ, അങ്ങനെയായിരുന്നു. പിന്നെ ഉമ്മ ഞങ്ങളുടെ കൂടെ അവിടെ ഇരുന്നു, കാരണം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഷാൾ മിസ്സായിട്ടാ. പിന്നെ ഞാൻ അവിടെ ഒന്ന് വെറുതെ ഡ്രസ്സിൻ്റെ മേലെ കൂടെ കുറച്ച് വെള്ളമൊക്കെ അവിടെ ആക്കി കൊടുത്തിട്ട് ഞാനും തനും കൂടെ നിന്നിട്ട് ഞാൻ എൻ്റെ കുളി അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് വീഡിയോസ് എടുക്കുന്നതിന് ഒരു പരിധിയില്ല, കാരണം അവർ കുളിക്കുന്നതൊക്കെ അല്ലേ. ഞാൻ കിണറിൻ്റെ ഭാഗം അങ്ങനെ കുറച്ചെടുത്തു, എല്ലാവർക്കും ഒന്ന് കണ്ടോട്ടെ വെച്ചിട്ട് 3 കിണർ, 2 കിണർ ഇങ്ങനെ തൊട്ടപ്പുറത്തും 1 കിണർ ഈ ഒരു സൈഡിലും അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവരെ കുളിയും കാര്യങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. 3 കിണറിൽ നിന്നും നമ്മളവിടെ നിന്ന് തന്നെ കുളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്താ പറയുക റൂമിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടായിരുന്നു. റൂമിൻ്റെ ഉള്ളിലേക്ക് നേരെ പോയിട്ട് ഷാൾക്ക് കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷാൾഖാനൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളങ്ങോട്ട് ആക്കി തന്നു കേട്ടോ. അപ്പോഴേക്കും മഴ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കുളിച്ചിട്ട് നേരെ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയി. പിന്നെ എൻ്റെ ഡ്രസ്സുകൾ കുറച്ച് എന്താ പറയുക ഉണങ്ങാനുണ്ടായിരുന്നു, കാരണം പാൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞത് നമ്മൾക്ക് ലഗേജിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര നല്ലൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇവിടെ ജസ്റ്റ് ഉണക്കാം. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇവിടെ ഇടുമ്പോൾ നോക്കണം, കാരണം ഇവിടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, നമ്മളങ്ങനെ ആക്കിയിട്ട് പറയില്ല, അവർ പുറത്തുനിന്ന് വന്നവരല്ല, അങ്ങനെ കുറേ മിസ്സാവും എന്നുള്ളൊരു പരാതി അവർ പറഞ്ഞിരുന്നു. നമ്മൾ അവിടുത്തെ കുറച്ച് നേരം അവിടെ ഇരിക്കലൊക്കെ കഴിഞ്ഞു, നമ്മുടെ സിയാറത്തൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരത്ത് കുറച്ച് കറങ്ങാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു ഭാഗമായിട്ടേ കാണുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓട്ടോയിലല്ല കേട്ടോ പോയത്, പകരം ബസ്സിലായിരുന്നു. ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിയത് കിഴക്കേക്കോട്ട അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു 30 രൂപ ഒക്കെ കൊടുത്താൽ മതി ആയിരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ. ഞങ്ങൾ ബസ് ഇറങ്ങി നോക്കി നോക്കുമ്പോൾ ഇത് രാമനാപുരം ക്ഷേത്രം അങ്ങനെ എന്തോ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ, കറക്റ്റ് എൻ്റെ പേരറിയില്ല, നല്ല ഫേമസ് ആയ ക്ഷേത്രമാണ്. അതാണ് കേട്ടോ കാണുന്നത്. ആ പുഴയിൽ കംപ്ലീറ്റ് മീനും കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഇവർക്ക് ബാഗ് നോക്കാണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഇത് മോനിക്കൊരു പമ്പരം കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഞാനൊരു 3 ബാഗ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ മാത്രം ലാഭമൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ 100 രൂപക്ക് അതേ ഒരു ക്വാളിറ്റി ഉള്ള ചെരുപ്പ് തന്നെയായിരുന്നു. പക്ഷേ ബാഗിൻ്റെ കാര്യം അങ്ങനെയല്ല, ബാഗ് നല്ല നമുക്ക് പറയാം നല്ലൊരു ലാഭം ഉണ്ടായിരുന്നു. എനിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉച്ചക്ക് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഉമ്മ കുട്ടികളൊക്കെ സാധാ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പൊന്നിരി ആയ കാരണം ഞാനത് കഴിക്കില്ല. ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അപ്പോഴേക്കും അടിപൊട്ടി. അമ്പച്ചൂന് ഭയങ്കര കരയാവൻ്റെ എന്തോ പൊട്ടി എന്ന് പറഞ്ഞിട്ട്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു മാളിൽ കയറിയിട്ടാണ്. എന്തായാലും വന്നതല്ലേ വെച്ചിട്ട് മൊത്തം കാര്യങ്ങൾ അവിടെയും ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. ഐസ്ക്രീം നല്ല നല്ല ബ്രാൻഡഡായ സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടെ കയറി. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച്, കാരണം നമുക്കൊരു 8 മണിക്കല്ലേ ട്രെയിൻ വരുന്നത്. പിന്നെ അതുവരെ അവിടെ പോയിട്ട് ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ ബൈ 1 ഗെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആപ്പിള്, മാംഗോ, അങ്ങനെ കുറേ സാധനങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ട് എല്ലാതും ഉണ്ടായിരുന്നു.
ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ള ഒരു ലിമിറ്റഡിൽ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴുകിയിട്ട് നമുക്ക് ഫുഡ് ശരിയാവാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ടേ അത് മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് മേടിച്ച് പിന്നെ ഇവരായിട്ട് കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അമ്മച്ചു ഇങ്ങനെ നടക്കണം, അവനക്ക് എവിടെ വന്നു കഴിഞ്ഞാലും ബോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവനക്ക് വേണം. പിന്നെ ഇതിലിങ്ങനെ കയറി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉണ്ണികൾക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് കുറേ നേരം അവിടെ തന്നെ ആയിരുന്നു. അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാരണം ഫുഡ് കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്ത കാരണം അതൊന്നും ഞങ്ങൾ കഴിക്കാൻ നിന്ന് ഇവരൊക്കെ കഴിച്ചു. ഉണ്ണികൾക്ക് വിടുന്നുള്ളതൊക്കെ ഓരോന്ന് ഞങ്ങൾ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ എന്താ തീരെ അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ടേസ്റ്റ് പിടിക്കില്ല. അതിൻ്റെ അതേപോലെയാണ് ഉണ്ണികളും, അവർക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക നേരെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ വന്നു, ഞങ്ങളവിടെ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ പോയത് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും എന്താ പറയുക എൻ്റെ ഈ ചാനൽ ഇപ്പോൾ 1K ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ 1K ഇപ്പോൾ വേഗം ആയത്. അപ്പോൾ അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് 2 മണി ആ ടൈം ആകുമ്പോഴേക്കും